ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ബംഗ്ലാദേശിൽ വോട്ടെടുപ്പ് നടന്നത്. വോട്ടെടുപ്പ് അവസാനിച്ചയുടനെ വോട്ടെണ്ണൽ ആരംഭിച്ചു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് 153 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ വൻതോതിൽ അക്രമ സംഭവങ്ങളാണ് രാജ്യത്തുടനീളം അരങ്ങേറിയത്. വിവിധ അക്രമ സംഭവങ്ങളിലായി 18 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരാണ്. ചിലയിടങ്ങളിൽ പോലീസ് പ്രതിഷേധക്കാർക്കു നേരെ വെടിവെച്ചു. ബോഗ്ര ജില്ലയിൽ പോലീസ് വെടിവെപ്പിൽ പരിക്കേറ്റ 6 പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ ആശുപത്രിയിലാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർക്ക് നേരെ പോലീസ് വെടിവെച്ചത്. ഒരു മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. ബോഗ്ര ജില്ലയിലെ പല പോളിംഗ് സ്റ്റേഷനുകളും അടച്ചിടേണ്ടി വന്നു. അക്രമികൾ ബാലറ്റ് പേപ്പറിന് തീയിട്ടു. വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്താതിരിക്കാൻ റോഡ് ഉപരോധിക്കുകയും മരങ്ങൾ വെട്ടിയിടുകയും ചെയ്തു. അക്രമ സംഭവങ്ങൾ കാരണം വളരെ കുറച്ചുപേരാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രതിപക്ഷവുമായി ഒരു ഒത്തുതീർപ്പിലെത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ 60% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട്. ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിനെ പ്രതിപക്ഷ പാർട്ടിയായ BNPയുടെ നേതാവ് ഉസ്മാൻ ഫാറൂഖ് തള്ളി. ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിന്റെ കയ്യിലെ പാവയാണെന്നും കേവലം 5-6% പോളിംഗ് എന്നും ഉസ്മാൻ ഫാറൂഖ് പറഞ്ഞു. ഇന്നും നാളെയും ദേശീയ ഹർത്താലിന് BNP നേതൃത്വത്തിലുള്ള രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇടക്കാല സർക്കാർ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രക്ഷോഭം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചക്കിടെ സംഘർഷങ്ങളിൽ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.